ഹായ് ഹലോ എല്ലാവർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇതാ നമ്മളൊരു എഗ് കുറുമേൻ്റെ റെസിപ്പിയാണ് അപ്പോൾ കാട്ടാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ സപ്പോർട്ടും കൂടി ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക, കമൻറ്റും കൂടി അയക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതാ ഞാനിവിടെ മുട്ട എടുത്തിട്ടുണ്ട്, അതൊന്ന് കഴുകണം കേട്ടോ. കഴുകിയിട്ട് വേണം നമുക്ക് പുഴുങ്ങാൻ വെക്കാൻ. അപ്പോൾ ഇതാ ഞാൻ മുട്ട എടുത്തിട്ടുണ്ട്, അപ്പോൾ ഞാനിതാ കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പുഴുങ്ങാൻ വെക്കാം കേട്ടോ. അപ്പോൾ പതുക്കെ നമ്മൾ വെള്ളത്തിലിടണേ, അല്ലെങ്കിൽ നമ്മളെ മുട്ട അത് പൊട്ടിപ്പോവലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇതാ ഇനി നമുക്കിതിലേക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണേ. എന്നിട്ട് നല്ലോണം ഒന്ന് വെന്ത് വരട്ടെ കേട്ടോ. വെന്ത് വന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇതാ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടിയത് നമുക്ക് ഉള്ളിയാണ്. അപ്പോൾ 3 ഉള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. അതൊന്ന് ക്ലീൻ ആക്കിയിട്ട് കഴുകിയിട്ട് നമുക്കൊന്ന് കനം കുറച്ച് അരിയണം കേട്ടോ. അപ്പോൾ ഇതാ ഇതിലാണ് ഞാൻ എപ്പോഴും ഉള്ളി അരിയൽ കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് അരിയുമ്പോൾ നല്ല നൈസായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇങ്ങനെ അരിഞ്ഞ് കൊടുക്കണം. അപ്പോൾ ഞാൻ ഈ 3 ഉള്ളി ഒന്ന് നീളത്തിലൊന്ന് അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ. അതൊന്ന് അരിഞ്ഞെടുത്തിട്ട് നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇങ്ങനെ ഒന്ന് നൈസായി വരട്ടെ ഉള്ളി. എന്നിട്ട് നമുക്കൊന്ന് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കുക. നമുക്ക് ഒന്ന് ഫ്രൈ ആയി വരട്ടെ കേട്ടോ. അപ്പോൾ ഇതാ സൺഫ്ലവർ ഓയിൽ കുറച്ച് അധികം ഒഴിച്ച് കൊടുക്കണേ. എന്നിട്ട് ഇതിൽ നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഒന്ന് ബ്രൗൺ നിറാവുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് ഇതാ മുട്ട വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ അതിലേക്ക് കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ച് കൊടുക്കുന്നതാണ്. അപ്പോൾ ഇതാ നമ്മൾ ഉള്ളി ഒന്ന് ബ്രൗൺ നിറായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് കോരി മാറ്റാം കേട്ടോ. അപ്പോൾ ഇതാ ഇതൊന്ന് ഞാൻ വേറെ പാത്രത്തിലേക്ക് ഞാൻ കോരിയിട്ടിട്ട് ഒന്ന് പരത്തി വെച്ച് കൊടുക്കാൻ പോവുകയെന്നേ. അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളിയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഞാൻ 2 തക്കാളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ 2 തക്കാളി ഒന്ന് ഞാൻ അരച്ച് കൊണ്ടുവരട്ടെ കേട്ടോ. ഒന്ന് പേസ്റ്റാക്കി കൊണ്ടുവരട്ടെ. അപ്പോൾ ഇതാ നമ്മൾ മുട്ടയെല്ലാം തൊലി കളഞ്ഞിട്ട് ഞാനൊന്ന് ഫോർക്ക് കൊണ്ടെല്ലാം ഒന്ന് കുത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഇനി മഞ്ഞളും അതുപോലെ തന്നെ മുളക് പൊടിയും ഉപ്പും കൂടിയിട്ടിട്ട് ഒന്ന് നമുക്ക് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മളിതാ ഇവിടെ മുട്ടയെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. സൺഫ്ലവർ ഓയിലിൽ തന്നെയാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ എണ്ണയും കൂടി ഒന്ന് നമ്മൾ പാനിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഗരം മസാലയാണ്. പൊടിക്കാത്ത ഗരം മസാല എല്ലാം ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇനി നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഇഞ്ചും വെളുത്തുള്ളിയാണ് കേട്ടോ. അതും കൂടി ഒന്ന് അതിലിട്ടിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ. അപ്പം ഇതട്ടോ നമ്മൾ മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് നന്നായി നല്ലോണം മസാലയിൽ പിടിച്ചു വരട്ടെ കേട്ടോ തക്കാളി അരച്ചത്. അപ്പോൾ ഇതിലേക്ക് ഇനി നമുക്ക് മുളകും പൊടി ഇട്ട് കൊടുക്കണം. അതുപോലെ മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. അതുപോലെ ജീരകം പൊടിച്ചത് ഇട്ട് കൊടുക്കാം. അതുപോലെ ഗരം മസാലയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. വേണ്ടിയത് നമുക്ക് കസ്തൂരി മേത്തി കേട്ടോ. അപ്പോൾ കസ്തൂരി മേത്തി ഇട്ട ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ കസ്തൂരി മേത്തിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതാ നമ്മൾ വറുത്ത് വെച്ച ഉള്ളിയും കൂടി നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സായി വരട്ടെ കേട്ടോ. നല്ലോണം ഒന്ന് മിക്സായിട്ട് ആ ഉള്ളി ഒന്ന് മസാല പിടിച്ച് വരട്ടെ കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് തൈരാണ്. ആ തൈരും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് അതിലേക്ക്
ആവശ്യത്തിനുള്ള വെള്ളം കൂടിയാട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതാ ഞാൻ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ കറി നല്ലോണം തിളച്ച് വരുമ്പോൾ നമുക്ക് മുട്ടയും കൂടി ഇട്ട് കൊടുക്കണേ. അപ്പോൾ ഇതാ ഇതിലേക്ക് നമുക്ക് ഇനി വേണ്ടിയത് അണ്ടിപ്പരിപ്പെല്ലാം പുതിർത്തിട്ട് അരച്ച ഒരു പേസ്റ്റാട്ടോ, അല്ലെങ്കിൽ ക്രീമാണ് വേണ്ടിയത്. എൻ്റെ കയ്യിൽ ഇത് രണ്ടും ഇല്ലാത്ത കാരണം ഞാൻ പാലിൻ്റെ പാട കേട്ടോ ചേർത്ത് കൊടുത്തത്. അപ്പോൾ അത് ചേർത്താലും ക്രീം ചേർത്ത പോലെ തന്നെ ആയിരിക്കും ടേസ്റ്റ് ഉണ്ടാവുക. ഇതാ നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ വീഡിയോസ് ഇഷ്ടമാവുകയിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ സപ്പോർട്ടും കൂടി ചെയ്യുക. അതുപോലെ തന്നെ ഷെയർ ചെയ്തും കൊടുക്കണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം.